അപ്പൊ എനിക്ക് ഇത്രയും പറയാനുള്ളത്. ഇന്ന് ഒരു ഗുരുവായൂർ കല്യാണം കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടക്കുന്ന ഒരു കല്യാണത്തിന്റെ വർക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അപേക്ഷിച്ചൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു വർക്കിന് പോവാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് കിട്ടിയ ഒരു പണി കൂടി ഈ ഒരു വീഡിയോന്റെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ ഒരു ട്രെയിൻ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. കൊല്ലത്ത് നിന്നാണ് ഞങ്ങൾ വരുന്നത്. 8:10 എടുക്കേണ്ട ട്രെയിൻ തൃശ്ശൂരിൽ നിന്ന് എടുത്തത് 9:45 കേട്ടോ. ശരിക്കും വർക്ക് 3 മണിക്കാണ്. പക്ഷെ കുറച്ച് നേരത്തെ എത്തിയാൽ റെസ്റ്റ് ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയത്. എന്തായാലും എങ്ങനെയൊക്കെ ഒരു 10:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ എത്തി. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് റൂമൊക്കെ ഓൾറെഡി ബ്രൈഡ് ഞങ്ങൾക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെന്ന പാടെ കുളിച്ച് ഫ്രഷ് ആയി ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ പ്രോഡക്ട്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് ബ്രൈഡിനെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് 3 മണിക്കാണ്. 12 മണിയാകുമ്പോഴേക്കും ബ്രൈഡ് വന്ന് പുടവയും സാരിയും ഒക്കെ തരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രോഡക്റ്റ് എല്ലാം റെഡിയാക്കി വെച്ച് ഞങ്ങൾ ഫ്രഷ് ആയി ഒന്ന് ഇരുന്നപ്പോഴേക്കും ബ്രൈഡിങ് എത്തി. ഇതിന്റെ ഫസ്റ്റ് സാരിയും പുടവയൊക്കെ നമ്മുടെ കയ്യിൽ തന്നിട്ട് മെഷർമെന്റ് എടുത്തതിന് ശേഷം ബ്രൈഡിനെ തിരിച്ചയച്ചു. മണിക്കാണ് നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു സമയമാകുമ്പോഴേക്കും വന്നാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ബ്രൈഡ് തിരികെ റൂമിലേക്ക് പോയി. സാരി റോൾ ചെയ്തായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. റോൾ ചെയ്ത് തന്നെ വാങ്ങണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ മാത്രമേ നമുക്ക് റിംഗിൾസ് ഒന്നും ഇല്ലാതെ ഭയങ്കര നീറ്റ് ആയിട്ട് നമ്മുടെ സാരി ഡ്രേപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. സാരിയൊക്കെ പ്രീപ്ലീറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും നമ്മുടെ ബ്രൈഡിങ് എത്തി. കറക്റ്റ് സമയത്തിന് തന്നെ നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മേക്കപ്പ് ഇഷ്ടമായോ? പറഞ്ഞതിലും നേരത്തെ നമ്മുടെ മേക്കപ്പ് ഫിനിഷ് ചെയ്തു. ഞങ്ങൾ ഭയങ്കര ടയർഡ് ആയതുകൊണ്ട് ഒരു കോഫിയും ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ സെക്കൻഡ് സാരി ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രൈഡ് വന്നു. മുന്നിന് ഓപ്പൺ ഹെയർ സ്റ്റൈൽ ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് സാരിക്ക് ഇതുപോലെ ബ്രൈഡ് ആണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം കഴിഞ്ഞ് നമ്മളെ ബ്രൈഡ് ഹാപ്പി ആയിട്ട് തിരിച്ചുപോയി. ഗുരുവായൂർ വരെ വന്നിട്ട് ഗുരുവായൂരപ്പനെ കാണാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഫ്രഷ് ആയി നേരെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വിട്ടു. സത്യം പറയാലോ, ഒരു ബ്രൈഡിനെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷം. അത് ഗുരുവായൂരാണെന്ന് പറഞ്ഞാൽ എനിക്ക് അതിലും സന്തോഷം. കാരണം ഗുരുവായൂർ അമ്പലത്തിൽ വരാലോ. അങ്ങനെ കണ്ണനെ കണ്ട് തിരിച്ചിറങ്ങി നേരെ ഈ ഒരു കോഫി ഷോപ്പിൽ കയറി. ഇത് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടാണ് ഞാൻ പോയത്. നമ്മൾ ഉദ്ദേശിച്ച സാധനം അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് മേടിക്കാതെ തിരിച്ചു പോരുന്നു. വർക്ക് കഴിഞ്ഞ് എല്ലാം സെറ്റ് ആക്കി ക്ലീൻ ആക്കി വെച്ചതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടി എടുത്ത് റൂമിൽ നിന്ന് ഇറങ്ങാൻ പറ്റി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ. ഇങ്ങോട്ട് ആദ്യം നമ്മള് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ നേരെ നമ്മള് ഓട്ടോ പിടിച്ച് നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിൽ പോയി. അവിടെ ചെന്നപ്പോ 8:15 വരുമെന്ന് പറഞ്ഞ ബസ് 8:15 വന്നില്ല. അപ്പൊ 8:30 വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ 8:30 ആവുന്നതുകൊണ്ട് ഞങ്ങൾ നേരെ ഊബർ ബുക്ക് ചെയ്ത് ഞങ്ങൾ നേരെ പിന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ തന്നെ. റെയിൽവേ സ്റ്റേഷൻ വന്നപ്പോ 8:15 എടുക്കുമെന്ന് പറഞ്ഞിട്ട് 8:40 8:45 എത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷേ 9:15 എത്തിയത്.